കോവിഡ് കാലത്ത് പത്തനംതിട്ടയിൽ ആംബുലൻസിൽ വെച്ച് യുവതി ബലാത്സംഗത്തിനിരയായ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. സമാനമായൊരു സംഭവം ബീഹാറിലുണ്ടായി. ബീഹാറിലെ ഗയ ജില്ലയിൽ യുവതിയെ ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസിൽ വെച്ചാണ് കൂട്ട ബലാത്സംഗം ചെയ്തത്. ഹോംഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തിയ 26-കാരി ശാരീരിക ക്ഷമതാ പരിശോധനയ്ക്കിടെ തളർന്നു വീണിരുന്നു. പിന്നാലെ ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴാണ് ദാരുണമായ സംഭവമുണ്ടായത്. കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ ഗയ ജില്ലയിൽ വ്യാഴാഴ്ചയായിരുന്നു ഞെട്ടിക്കുന്ന സംഭവം. ഹോംഗാർഡ് റിക്രൂട്ട്മെന്റിനെത്തിയ 26-കാരിയാണ് അതിക്രമത്തിനിരയായത്. ബോധ്ഗയയിലെ ബീഹാർ മിലിറ്ററി പോലീസ് ഗ്രൗണ്ടിലായിരുന്നു ശാരീരിക ക്ഷമതാ പരിശോധന. ഇതിനിടെ യുവതി തളർന്ന് ബോധരഹിതയായി വീണു. ഇതോടെ അധികൃതർ സ്ഥലത്തുണ്ടായിരുന്ന ആംബുലൻസിൽ യുവതിയെ ആശുപത്രിയിലേക്ക് അയച്ചു. യാത്രക്കിടെ ആംബുലൻസിൽ വെച്ച് തന്നെ ചിലർ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവറായ വിനയകുമാർ, ടെക്നീഷ്യൻ അജിത് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. താൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നുവെന്നും 3-4 പേർ ഉപദ്രവിച്ചെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. ബോധ്ഗയ പോലീസാണ് ആദ്യം കേസെടുത്തത്. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.